നോമ്പ് കഴിവുള്ളവർക്ക് നിർബന്ധമാണ് നോമ്പ്. എന്നാ ചില വീട്ടില് പ്രായമുള്ള ഉപ്പമാരുണ്ടാകും, പ്രായമുള്ള ഉമ്മമാരുണ്ടാകും, അവർക്ക് രോഗമുണ്ടാകും. അവർ നോമ്പ് പിടിച്ചാൽ അവരുടെ ശരീരത്തിന് നാശം വരുമെന്നത് ഉറപ്പാണ്. ഡോക്ടർമാർ, നിപുണന്മാരായ ഒരു ഡോക്ടറല്ല, എല്ലാ ഡോക്ടർമാരും പറയുന്നത് നിങ്ങളെ തടിക നോമ്പ് പിടിക്കാല, അങ്ങനെയാ പറയാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോമ്പ് നോക്കാൻ പാടില്ല, നോമ്പ് നോർച്ചാൽ അപകടം വരും. എങ്കിൽ എന്താ കാരണം? അയാൾക്ക് പ്രായം അത്രയും കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ലാത്ത രോഗമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മക്കൾ പറയും, മരുമക്കൾ പറയും, നിങ്ങൾ നോമ്പിപ്പ നോക്കട വേണ്ട, നിങ്ങൾ നോക്കിറാറല്ലേ, പണ്ട് നോക്കിറാറല്ലേ, ഇപ്പൊ നോക്കട, നിങ്ങൾക്ക് തീർന്നല്ലേ, നിങ്ങൾക്ക് നോക്കണോട്ടില്ലല്ലേ എന്ന് പറയുമ്പോഴും ചിലപ്പോ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും വാശി പിടിച്ചിട്ട് നോമ്പിടിക്കും. എന്നിട്ട് അവസാനം നോമ്പിടിച്ച മക്കള്, നോമ്പിടിച്ച മരുമക്കൾ പാവം ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൽ തന്നെയാണ് പണി. എന്തേ? നോമ്പിടിച്ചത് കൊണ്ടാണ് സംഭവിച്ചത്. പാടില്ല. അവിടെ ഒരിക്കലും കഴിയില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണോ എങ്കിൽ അവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾ നോമ്പ് പിടിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിന് നാശം വരുമെന്നത് ഉറപ്പുണ്ടോ എങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കാതിരിക്കൽ നിർബന്ധമാണ്. നോമ്പ് നോക്കിയാൽ കുറ്റം കിട്ടും, അതാണ് അതിന്റെ അർത്ഥം. എന്താ കാരണം? ശരീരത്തെ നശിപ്പിക്കലാണ്, മനഃപൂർവ്വം ശരീരത്തെ നശിപ്പിക്കലാണ്. അതുകൊണ്ടാണ് യജിബുൽ ഫിത്റു, അവിടെ അത്തരക്കാർക്ക് നോമ്പ് നോക്കാതിരിക്കൽ നിർബന്ധമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ ഗർഭിണികൾ, അതുപോലെ തന്നെ ചെറിയ കുട്ടിക്ക് മുലയൂട്ടുന്ന ഉമ്മ, അവർ നോമ്പ് പിടിച്ചാൽ കുട്ടിക്ക് തകരാറ് വരുമെന്ന് ഉറപ്പുണ്ടോ? കുട്ടിക്ക് പാലുണ്ടാവൂല എന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഉണ്ടാവൂന്നല്ല, ഉറപ്പ് വേണം. അങ്ങനെ ഉറപ്പുണ്ടോ? എന്നാ പിന്നെ അവരും നോമ്പ് നോക്കാതിരിക്കലാണ് വേണ്ടത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കുറെ വിഷയങ്ങളാണ്. എന്നാൽ ആ റമദാനിൽ അധികരിപ്പിക്കേണ്ടുന്ന സൽക്കർമ്മങ്ങളിൽ ഒന്ന് ഞാനിവിടെ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം അധികരിപ്പിക്കണം. മറ്റൊന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വതക്ക ധാരാളം അധികരിപ്പിക്കണം. ആ സ്വതക്ക അധികരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് മഹാന്മാര് പറഞ്ഞു, മനുഷ്യ നോമ്പ് തുറപ്പിക്കുന്ന പരിപ്രവണത വേണം. മറ്റുള്ളവരെ വീട്ടിലൊക്കെ പോയിട്ട് നോമ്പ് തുറക്കാൻ പോകുന്ന ഭയങ്കര ഉഷാറാണ്. അതങ്ങനെ നോമ്പ് എന്റെ വീട്ടില നോമ്പ് തുറപ്പാട്ടെ, എന്റെ ആരെ കണക്കില്ല നോമ്പ് തുറപ്പാട്ടെ, പള്ളിയില് എന്റെ പള്ളിയിൽ ബിരിയാണി ഉണ്ടാലാ. അപ്പൊ ഉമ്മ വേഗം മക്കളെ കടത്തരെ പോല പള്ളി പോല ഇണ്ട്, എന്റെ ഔത്തിൽ നിൽക്കണ്ട, നോമ്പ് തുറക്കോ. എന്താ കാരണം? പള്ളിയിൽ ബിരിയാണി ഉണ്ട്, വേപ്പോ